ഫ്രണ്ട്സ്, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് Adobe ഇല്ലസ്ട്രേറ്ററിൽ എങ്ങനെ കളേഴ്സ് യൂസ് ചെയ്യാം എന്നതാണ്. ഫിൽ കളേഴ്സ്, ഡ്രോ കളേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നതാണ് ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനായി സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഗ്രീൻ ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഈ ഗ്രീൻ ബോക്സ് ഗ്രീൻ ഫില്ല് ചെയ്തിരിക്കുന്നതും അതുപോലെ അതിൻ്റെ സ്ട്രോക്ക് റെഡുമാണ്. നമുക്ക് പ്രോപ്പർട്ടീസിൽ കാണുവാൻ സാധിക്കും. ഫില്ല് ഗ്രീന്, സ്ട്രോക്ക് റെഡ്. നമുക്ക് പ്രോപ്പർട്ടീസ് പാനലിൽ ഈ ഫിൽ കളേഴ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ കളേഴ്സ് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഈ ഗ്രീൻ ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു പാനൽ ബോക്സ് കാണുവാൻ സാധിക്കും. ആ പാനൽ ബോക്സിൽ രണ്ട് ഓപ്ഷനുകളാണുള്ളത്. ഒന്ന് കളർ മിക്സർ, രണ്ട് സ്വാച്ചസ്. സ്വാച്ചസ് എന്നാൽ ഡീഫോൾട്ടായിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കളേഴ്സ് ആണ് സ്വാച്ചസ്. കളേഴ്സ് മിക്സസ് എന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കളേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട്, വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ട് പുതിയ കളേഴ്സ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. സ്വാച്ചസിലുള്ള കളേഴ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാം. നമുക്ക് റെഡ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രോക്ക് എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് നോക്കാം. അതിനായി സെലക്ട് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടി പാനലിൽ സ്ട്രോക്ക് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കൊരു പാനൽ ബോക്സ് കാണാം. ഇതിൽ നൺ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ബോക്സിൻ്റെ സ്ട്രോക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. നൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ടൂൾ ബോക്സിന് താഴെയായിട്ട് രണ്ട് ബോക്സുകൾ കാണുവാൻ സാധിക്കും. ഫില്ല്, സ്ട്രോക്ക്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കളേഴ്സ് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഈ റെഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യുവാൻ വേണ്ടി ഈ റെഡ് കാണുന്ന ബോക്സിൽ, ഫിൽ എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. വിഷ്വലി കളേഴ്സ് ചേഞ്ച് ചെയ്യാം. ഈ സ്പെക്ട്രം ബാർ ഡ്രാഗ് ചെയ്തുകൊണ്ട് വിഷ്വലി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ട് കളേഴ്സ് ചേഞ്ച് ചെയ്യാം. അതുപോലെ കളർ സ്വാച്ചസ് യൂസ് ചെയ്തുകൊണ്ട് കളേഴ്സ് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഈ സ്പെക്ട്രം ബാർ ഡ്രാഗ് ചെയ്തുകൊണ്ട് കളേഴ്സ് ചേഞ്ച് ചെയ്യാം. നമുക്ക് ബ്ലൂ സെലക്ട് ചെയ്യാം. നാം ഏത് കളേഴ്സ് ആണോ സെലക്ട് ചെയ്യുന്നത് ആ കളേഴ്സ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നാം ആ കളേഴ്സ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കളേഴ്സ് ചേഞ്ച് ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് ഈ റെഡ് ബോക്സ് ഈ ബ്ലൂ ബോക്സിൻ്റെ അതേ കളേഴ്സിലേക്ക്, ബ്ലൂവിലേക്ക് ചേഞ്ച് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് റെഡ് ബോക്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഐ ഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബ്ലൂവിൽ ക്ലിക്ക് ചെയ്യുക. ബ്ലൂവിൽ ക്ലിക്ക് ചെയ്താൽ ആ കളേഴ്സിലേക്ക് അത് ചേഞ്ചായി. നമുക്ക് അങ്ങനെ ഏത് കളേഴ്സിലേക്കും ഐ ഡ്രോപ്പർ യൂസ് ചെയ്തുകൊണ്ട് ഏത് കളേഴ്സിലേക്കും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് സ്വാച്ചസിൽ ഒരു പുതിയ കളർ എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. സ്വാച്ചസ് ബോക്സിൽ പുതിയൊരു കളേഴ്സ് നമുക്ക് ആഡ് ചെയ്യണം. നാം ക്രിയേറ്റ് ചെയ്ത ഒരു കളേഴ്സ് നമുക്ക് സ്വാച്ചസിൽ സേവ് ചെയ്യണം. ഈ ബ്ലൂ ഷേപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഫിൽ ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് നമുക്കൊരു ന്യൂ കളേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ പുതിയ കളർ നമുക്ക് സ്വാച്ചസിൽ സേവ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഈ കളേഴ്സ് സെലക്ട് ചെയ്യുക. സ്വാച്ചസിൽ താഴെയായിട്ട്
ന്യൂ സ്വാച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ കളേഴ്സിന് നമുക്കൊരു പേര് നൽകാം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ആ കളേഴ്സ് അവിടെ സേവ് ആയി. നാം ആഡ് ചെയ്ത കളേഴ്സ് നമുക്ക് ഒരു വൈറ്റ് ഫ്രെയിമിൽ കാണുവാൻ സാധിക്കും. നാം ഏത് ഫയലിലാണോ വർക്ക് ചെയ്തത്, ഏത് ആർട്ട് ബോർഡിലാണോ വർക്ക് ചെയ്തത്, അതിൽ മാത്രമേ ഈ സേവ് ചെയ്ത കളേഴ്സ് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഗ്രേഡിയന്റ് ടൂൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഗ്രേഡിയന്റ് കളേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഈ ഷേപ്സ് സെലക്ട് ചെയ്യുക. സ്വാച്ചസിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഗ്രേഡിയന്റ് കളേഴ്സ് കാണുവാൻ സാധിക്കും. വൈറ്റ്, ബ്ലാക്ക്, ഓറഞ്ച്, യെല്ലോ, ഫേഡിങ് സ്കൈ. വൈറ്റ് ബ്ലാക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ഗ്രേഡിയന്റ് കളേഴ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഗ്രേഡിയന്റിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ സ്ലൈഡേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട്, ഡ്രാഗ് ചെയ്തുകൊണ്ട് കളേഴ്സിൻ്റെ അതിൻ്റെ വേരിയേഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ സ്ലൈഡർ ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ വൈറ്റ് കളേഴ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഈ സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് ഓപ്ഷൻ കാണുവാൻ, കളേഴ്സ് മിക്സർ, സ്വാച്ചസ്. നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ബ്ലാക്ക് സ്ലൈഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു ന്യൂ കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു ഗ്രേഡിയന്റ് ക്രിയേറ്റ് ആയി. ഈ ഗ്രേഡിയന്റ് ഈ സ്ലൈഡർ ഡ്രാഗ് ചെയ്തുകൊണ്ട് അതിൻ്റെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഷേപ്പിൻ്റെ ഗ്രേഡിയന്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടൂൾ ബോക്സിൽ ഗ്രേഡിയന്റ് ടൂൾ എന്നത് ക്ലിക്ക് ചെയ്യുക. ഗ്രേഡിയന്റ് ടൂൾ ഡ്രാഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്ക് കാണാം ആ ടൂളിൽ ആ സെയിം ഗ്രേഡിയന്റ് തന്നെ കാണാൻ സാധിക്കും. നമുക്ക് ഇത് ഡ്രാഗ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും.